കുര്യാക്കോസച്ച, വോയിസ് ജേസഫയുടെ പ്രൊവിൻഷ്യൽ വലിയ ബഹുമാനപ്പെട്ട ജോഷിയച്ച, അൾത്താരയിലെ വന്ദ്യരായ വൈദികരെ, ഇന്ന് നിത്യവ്രതവാഗ്ദാനവും പ്രഥമ വ്രതവാഗ്ദാനവും നടത്തുവാനായി മുന്നോട്ട് വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ബ്രദേഴ്സ്, അവരുടെ സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കർമ്മലാരാമത്തിലേക്ക് 8 പുഷ്പങ്ങൾ കൂടി വിരിയുന്ന അസുലഭമായ മുഹൂർത്തത്തിന് സാക്ഷിയാകുവാനായിട്ടാണ് നമ്മളൊക്കെ ഈ ദേവാലയത്തിൽ ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുക. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും അനുമോദനങ്ങളും അർഹിക്കുന്നവരാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ 8 സഹോദരങ്ങൾ. സാധാരണ ഏത് സന്യാസ സഭയുടെയും ഇതുപോലെയുള്ള വ്രതവാഗ്ദാന ശുശ്രൂഷകളൊക്കെ നടക്കുമ്പോൾ പരാമർശിക്കപ്പെടുന്ന ഒരു പേരുണ്ട്, അല്ലെങ്കിൽ ഒരാളുടെയോ അല്ലെങ്കിൽ പല വ്യക്തികളുടെയോ. ആരാണ് ആ സഭയുടെ സ്ഥാപകൻ അല്ലെങ്കിൽ സ്ഥാപക എന്നുള്ളത്? കർമ്മലീത്ത സഭയുടെ സ്ഥാപകൻ ആരാണ് എന്ന ഒരു ചോദ്യം ചോദിച്ചാൽ, ഞങ്ങൾ സഭയിൽ ചേരാൻ വന്നപ്പോൾ ഒന്നും അറിയാതെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ ഈ ഉത്തരവാദിത്തപ്പെട്ട വൈദികർ ചില ചോദ്യങ്ങളൊക്കെ, എന്തെങ്കിലും അറിയാമോ എന്നറിയാൻ വേണ്ടി ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചു, കർമ്മലീത്ത സഭയുടെ സ്ഥാപകൻ ആരാണ്? എൻ്റെ സഹപാഠിയായിട്ടുള്ള ഒരു സഹോദരൻ വളരെ നിഷ്കളങ്കതയോടുകൂടി മറുപടി പറഞ്ഞു, കർമ്മലീത്ത സഭ സ്ഥാപിച്ചത് കർമ്മലീത്ത പുണ്യാളനാണെന്ന്. വളരെ നിഷ്കളങ്കതയോടുകൂടിയുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി. കർമ്മലീത്ത പുണ്യാളൻ ആരാണെന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും ബോധമുണ്ടായിട്ട് പറഞ്ഞതാണോ എന്നൊന്നും അറിയില്ല. എൻ്റെ വികാരിയച്ഛൻ ഞാൻ ഈ സഭയിൽ, കർമ്മലീത്ത സഭയിൽ ചേരുവാൻ തീരുമാനിച്ചു എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ, മോനെ, ഇത് പ്രാർത്ഥിക്കുന്ന സഭയാണ്, പ്രാർത്ഥനയുടെ സഭയാണ്, അതെപ്പോഴും നീ ഓർക്കണം. മനസ്സിലിപ്പോഴും കോറിയിട്ടിട്ടുള്ള വാക്കുകളാണ് ഇതൊക്കെ. അപ്പോൾ ആരാണ് കർമ്മലീത്ത സഭയുടെ സ്ഥാപകൻ? അങ്ങനൊരു വ്യക്തിയില്ല. ചിലർ ഞങ്ങൾ കർമ്മലീത്തരെ ഒരു പേര് വിളിക്കാറുണ്ട്, പ്രീ ക്രിസ്ത്യൻ എന്ന് വെച്ചാൽ കർത്താവിന് മുമ്പേ ഉള്ളവരാണ് കർമ്മലീത്തർ എന്നുള്ള ഒരു പേര് വിളിക്കാറുണ്ട്. അതിനുള്ള കാരണം, ജൂലൈ മാസം 20-ാം തീയതി ഞങ്ങളൊരു തിരുനാൾ ആഘോഷിക്കാറുണ്ട്. വിശുദ്ധ ഏലിയ പ്രവാചകന്റെ തിരുനാൾ. സഭയിലെ മറ്റേതെങ്കിലും ഒരു സന്യാസ സഭ പഴയ നിയമത്തിലെ ഏതെങ്കിലും ഒരു പ്രവാചകൻ്റെയോ അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെയോ ന്യായാധിപൻ്റെയോ പൂർവ്വപിതാവിൻ്റെയോ തിരുനാൾ വേറെ ഏതെങ്കിലും സഭ ആഘോഷിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കർമ്മലീത്ത സഭ മാത്രം ആഘോഷിക്കുന്നു ഏലിയ പ്രവാചകന്റെ തിരുനാൾ. അപ്പം അതുകൊണ്ട് ഏലിയ പ്രവാചകൻ ആണ് കർമ്മലീത്ത സഭയുടെ സ്ഥാപകൻ എന്നുള്ള ഒരു സംസാരം ഇടയ്ക്കുണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഒരു പേരിലാണ് ക്രിസ്തുവിന് മുമ്പേ ഉള്ളവർ, കർത്താവിന് മുമ്പേ ഉള്ളവർ എന്ന് കർമ്മലീത്തരെ കുറിച്ച് പലരും പറയാറുള്ളത്. എന്നാൽ ഏലിയ പ്രവാചകൻ കർമ്മലീത്ത സഭയുടെ സ്ഥാപകനല്ല. ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്നത് നേതാവും അതുപോലെ തന്നെ പിതാവും എന്നാണ്.
ലീഡർ ആൻഡ് ഫാദർ ഓഫ് കാർമലൈറ്റ്സ്. പിതാവും അതുപോലെ തന്നെ നേതാവുമാണ്. നമുക്ക് വ്യക്തമായിട്ട് അറിയാം, അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലുമൊക്കെ ഈ കർമ്മലിത്ത സഭയുടെ കർമ്മല സഭയുടെ ചരിത്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, കുരിശ് യുദ്ധങ്ങൾക്ക് ശേഷം കുറേ പേർ, യൂറോപ്പിൽ നിന്നും വന്ന കുറേ പേരൊക്കെ തിരികെ പോകാതെ കർമ്മലമലയുടെ താഴ്വരയിൽ കർമ്മല മാതാവിൻ്റെ സഹോദരന്മാർ എന്നുള്ള പേരിൽ ഒരു ഗ്രൂപ്പായിട്ട് അവരവിടെ ഒരു ജീവിതം ആരംഭിച്ചു. അത് പിന്നീട് സഭ അംഗീകരിക്കുകയും അങ്ങനെ യൂറോപ്പിലേക്കും മറ്റും പടർന്നു പിടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഏലിയ പ്രവാചകന് ദൈവാനുഭവമുണ്ടായ ആ മലയുടെ, ആ ഗുഹയുടെ താഴ്വരയിൽ അവിടെ ഒരു ഏലിയ ഫൗണ്ടൻ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നും ഉയിർക്കൊണ്ട ഒരു സഭയാണ് കർമ്മല സഭ. അതുകൊണ്ട് തന്നെ ഏലിയ പ്രവാചകൻ ഞങ്ങളുടെ പ്രചോദകനാണ്. ഇന്ന് ഒന്നാമത്തെ വായനയിൽ നമ്മളത് വായിച്ചു കേട്ടു. ഏലിയ പ്രവാചകൻ ദൈവത്തെ അനുഭവിക്കുന്നത് നിശബ്ദതയിലാണ്. കൊടുങ്കാറ്റുണ്ടായി, അല്ലെങ്കിൽ അഗ്നിയുണ്ടായി, അതിലൊന്നും കർത്താവില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു മന്ദമാരുതൻ, ഒരു ഇളം കാറ്റ്. ഈ ഇളം കാറ്റിൽ ദൈവത്തെ അനുഭവിക്കുന്ന ഏലിയ പ്രവാചകൻ, നിശബ്ദതയിലും ശാന്തതയിലും ദൈവത്തെ അനുഭവിച്ച ഏലിയ പ്രവാചകൻ, നീ എന്തു ചെയ്യുകയാണ് എന്ന് ഏലിയ പ്രവാചകനോട് ദൈവം ചോദിക്കുമ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടി, സൈന്യങ്ങളുടെ കർത്താവിനോടുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഈ ഏലിയ പ്രവാചകൻ സഭയിൽ ഒരുപക്ഷെ ഏറ്റവും ആദ്യമായിട്ടൊരു റിയാലിറ്റി ഷോ നടത്തിയ മനുഷ്യനാണ്. ബാലാണോ യഥാർത്ഥത്തിലുള്ള ദൈവം, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ദൈവമാണോ യഥാർത്ഥത്തിലുള്ള ദൈവം എന്ന് തിരിച്ചറിയുവാൻ, കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഷോ അദ്ദേഹം ഇത് നടത്തിയപ്പോൾ, ഈ ബാലിൻ്റെ പ്രവാചകന്മാർ 450 പേരോളം ഉണ്ടായിരുന്നു. അവരൊക്കെ കിടന്ന് വലിയ ശബ്ദത്തിൽ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുകയാണ് ബാൽ ഇറങ്ങി വന്ന് ഈ ബലിവസ്തുവിനെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട്. അദ്ദേഹം അവരെ പരിഹസിക്കുകയാണ്. കുറച്ചും കൂടി ഉച്ചത്തിൽ വിളിക്കൂ, കേൾക്കുന്നുണ്ടാവുകയില്ല. അദ്ദേഹം ഉറങ്ങുകയായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തിരക്കിലായിരിക്കാം. അതുകൊണ്ട് കുറേ കൂടി ഉച്ചത്തിൽ വിളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പരിഹസിക്കുകയാണ് അദ്ദേഹം ചെയ്യുക. ഒന്നും സംഭവിച്ചില്ല. അവസാനം അദ്ദേഹം സത്യദൈവമായ യഹോവയെ വിളിച്ചപ്പോൾ നിമിഷ നേരം കൊണ്ട് അഗ്നി ഇറങ്ങി ആ ബലിവസ്തുവിനെ സ്വീകരിക്കുകയാണ്. ദൈവത്തോട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ദൈവമേ, അങ്ങയുടെ പ്രവാചകന്മാരെയെല്ലാം അവർ വധിച്ചു, ഇനി ഞാൻ മാത്രമേ ഉള്ളൂ, അങ്ങയുടെ പ്രവാചകനായിട്ട് ഞാൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വ്രതവാഗ്ദാനം നടത്തുന്ന സഹോദരങ്ങളോട് പറയുവാനുള്ള ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ്. എന്തിനധികം, ഒരാൾ മതി. നിങ്ങൾ 5 പേർ, നിങ്ങൾ 8 പേർ ധാരാളമാണ്. ഇപ്പോൾ പല സഭകളും, സന്യാസഭകൾ മാത്രമല്ല, രൂപത ഒക്കെ ദൈവവിളികൾ കുറയുന്നതിനെക്കുറിച്ച് ഇങ്ങനെ പലപ്പോഴും ആശങ്കപ്പെടുന്നുണ്ട്. കുട്ടികളെ കിട്ടുന്നില്ല. എല്ലാ സഭകളിലുമുള്ള പ്രശ്നം ഒരു ആശങ്കയാണത്. എന്തിനധികം, ഏലിയ പ്രവാചകൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ദൈവം പറഞ്ഞപ്പോൾ നീ പോവുക, ആ ഒരു മനുഷ്യൻ 450 ബാലിൻ്റെ പ്രവാചകന്മാരെ മുഴുവൻ വധിക്കുകയാണ്. എന്നിട്ട് നീ അവിവേകമൊന്നും കാണിക്കരുത്. നീ അവിടെ നിന്ന് രാജാവിനെയും രാജ്ഞിയൊക്കെ ഒറ്റക്ക് നിന്ന് വെല്ലുവിളിക്കാതെ ഓടി രക്ഷപ്പെട്ടുകൊള്ളുക എന്നുകൂടി ദൈവം അവൻ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അവിവേകം കാണിക്കാതിരിക്കുക, ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. എന്തിനധികം, ഒരാൾ മതി, ഞാൻ മാത്രം മതി, അല്ലെങ്കിൽ നീ മാത്രം മതി. കാരണം നീയല്ല പ്രവർത്തിക്കുന്നത്,
ഞാനാണ് പ്രവർത്തിക്കുന്നത്, നിന്നിലൂടെ ഞാനാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എണ്ണത്തെക്കുറിച്ചുള്ള ഒരു ആശങ്കയും ഒരു സഭയ്ക്കും ആവശ്യമില്ല എന്ന് ഏലിയാ പ്രവാചകൻ നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു സത്യമാണ്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഏലിയാ പ്രവാചകൻ നമുക്ക് പകർന്നു തന്ന ഈ ദീപശിഖ, ഈ അഗ്നി, അത് ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ അഗ്നി എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഊതിക്കത്തിച്ചു കൊണ്ടിരിക്കണം. അഗ്നി കിട്ടുപോയാൽ പിന്നെ ഒന്നിനും ചാമ്പലായി പോവുക മാത്രമേ ഉള്ളൂ. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ആയിപ്പോകാതെ എപ്പോഴും ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക, കത്തി നിൽക്കുക. ഇതാണ് ഏലിയാ പ്രവാചകൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. അധികമൊന്നും വേണ്ട, ഒന്ന് മതി. അഗ്നി ഉള്ളത് അഗ്നി ആയിരിക്കണം, കത്തിജ്വലിക്കുന്നതായിരിക്കണം. എന്തിന്? കർത്താവ് 12 പേരെയല്ലേ തിരഞ്ഞെടുത്തുള്ളൂ. ആ 12 പേരെ കൊണ്ട് ലോകം മുഴുവൻ കീഴടക്കുവാൻ കർത്താവിന് സാധിച്ചില്ലേ? ഈശോ തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്ന ആ നിമിഷം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ആദ്യം പത്രോസിനെയും അന്ത്രോസിനെയും വിളിക്കുന്നു, പിന്നെ യോഹന്നാനെയും യാക്കോബിനെയും വിളിക്കുന്നു. അവിടുന്ന് എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞിട്ട് ഒന്നും ചോദിക്കാതെ, മറ്റൊന്നും പറയാതെ, ഒന്നും പറയാൻ കാത്തു നിൽക്കാതെ അവിടുന്ന് നടന്നു നീങ്ങുകയാണ്. അവർക്ക് ചിന്തിക്കാൻ പോലും സമയമില്ല. ഇവര് ഇന്ന് സോളം പ്രൊഫഷൻ അല്ലെങ്കിൽ നിത്യവ്രത വാഗ്ദാനം നടത്തുന്നവർ 8-9 വർഷങ്ങളായി സഭയിൽ ചേർന്നിട്ട് ഇത്രയും വർഷം അവർ പ്രാർത്ഥിക്കുകയായിരുന്നു, ചിന്തിക്കുകയായിരുന്നു, പഠിക്കുകയായിരുന്നു. അതുപോലെ പ്രഥമവ്രത വാഗ്ദാനം നടത്തുന്ന സഹോദരർ 4-5 വർഷങ്ങൾ ആയി ചേർന്നിട്ട്. പക്ഷേ ഈ ശിഷ്യന്മാർക്ക് ഈ സമയം വല്ലതും കിട്ടിയോ? ഒരു നിമിഷം മാത്രം, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഇത് പറഞ്ഞിട്ട് നടന്നു പോവുകയാണ്. നീ വരണമെങ്കിൽ വാ. അവര് എന്ത് ചെയ്യണമെന്നറിയാതെ ഉള്ളതെല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടവരാണ്. അവരിലൂടെയല്ലേ, ആ 12 പേരിലൂടെയല്ലേ ഈ ലോകം മുഴുവൻ ഈശോ കീഴടക്കിയത്. കാരണം അവരല്ല പ്രവർത്തിച്ചത്, ഈശോയാണ് പ്രവർത്തിച്ചത്. ഇത് തന്നെയാണ് ഏതൊരു അവസ്ഥയിലും സന്യാസ സഭയിലേക്കായാലും പൗരോഹിത്യത്തിലേക്കായാലും വിളിക്കപ്പെടുന്ന എല്ലാവരോടും നൽകാനുള്ള ഒരേ ഒരു കാര്യം ഇതാണ്: ഞാനാണ് വിളിക്കുന്നത്, വിളിക്കുന്നവൻ ഞാനാണ്. നീ മറ്റൊന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട, ആശങ്കപ്പെടേണ്ട, ഇറങ്ങിപ്പോരുക. നിന്റെ ഉള്ളിൽ ഈ അഗ്നി എന്നും കാത്തു സൂക്ഷിക്കുക. അതിനാൽ പ്രിയ സഹോദരരെ, ഈ ഒരു കാര്യം മാത്രമേ പറയുവാനുള്ളൂ. ഈ അഗ്നി എന്നും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുക. അധികമൊന്നും വേണ്ട, ഉള്ളത് തന്നെ ധാരാളം. ഇത് കൊണ്ട് ഈശോ പറഞ്ഞതുപോലെ ഞാൻ തീയിടാനാണ് വന്നത്, അത് കത്തിജ്വലിച്ചിരുന്നുവെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെ, ആ തീ നമുക്കൊക്കെ ഏറ്റുവാങ്ങാം. ആത്മാവിൻ്റെ തീ, അതുവഴി ലോകത്തെ മുഴുവൻ പ്രസരിപ്പിക്കുവാൻ, കത്തിജ്വലിക്കുവാൻ, നന്മയിലേക്ക് നയിക്കുവാൻ. അങ്ങനെ ഏലിയാ പ്രവാചകൻ നിശബ്ദതയിൽ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് തീക്ഷ്ണതയോടുകൂടി ആ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചതുപോലെ നിശബ്ദതയിൽ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് തീക്ഷ്ണതയിൽ ദൈവത്തിന് സാക്ഷ്യം നൽകി ജീവിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. അതിന് നല്ലവനായ കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ.